6 വിക്കറ്റ് നഷ്ടത്തിൽ 147 റൺസ് എടുത്തിരിക്കുന്നു. അത് ഒരു വിക്കറ്റ് കൂടി എടുത്തിരിക്കുന്നു. തകർപ്പൻ ബോളിംഗ്, ക്ലീൻ ബോൾ. അവസാന പ്രതീക്ഷയായിരുന്ന മാർട്ടിൻ വിത ഔട്ടായിരിക്കും. ആദ്യ ഇന്നിംഗ്സ് കഴിയുമ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസുമായി സെന്റ് ജോസഫ് ഹോസ്റ്റൽ. രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങിയ ഞങ്ങളുടെ ടീമിൽ മുരളി നല്ല ഫോമിലായി. ഏതാണ്ട് ജയിക്കുമെന്ന് ഉറപ്പായി നിൽക്കുമ്പോഴാണ് ക്ലീറ്റസും മറ്റും ഗ്രൗണ്ടിലേക്ക് എത്തിയത്. ഞങ്ങളെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലാണ്ട് ഒടുക്കത്തെ ജാടയിലായിരുന്നു ഈ കുഞ്ചാക്കോ. പറയുന്നത് കേട്ടാ ആരൗട്ടായാലും അടുത്ത കുഞ്ചാക്കോ ബാറ്റ് അല്ലെ മറ്റേ കാര്യം ഞാൻ വാട്സപ്പിൽ എല്ലാം കെട്ടി റെഡിയാക്കി. കുഞ്ചാക്കോ മസ്താന്റെ അടുത്ത് കടപ്പുറത്തെ മാസ്റ്റർ ബ്ലാസ്റ്റ് ഒരു വിധത്തിലെ സംഭവിപ്പിച്ച് ഞങ്ങളെ തെറിയേൽപ്പിക്കില്ലേ? മാനം പോന്ന കേസാ. ഇറക്കിയില്ലേ എന്റെ അളിയ. ഇനിയുള്ള സീനൊന്ന് ഫാസ്റ്റാക്ക്. ആ രംഗം ഇനി എന്നെ ഓർമ്മിപ്പിക്കരുത്. അതെന്താ ഏർപ്പാടാ? കേൾക്കുമ്പോ എല്ലാം കേൾക്കണം. ഇതെന്തിനാ? സ്പീഡുള്ള മാർട്ടനാണ് ലാസ്റ്റ് ഓവർ. സേഫ്റ്റി അല്ലേ പ്രധാനം. ഓ സേഫ്റ്റി. ഇത് വെച്ചില്ലേ ഫ്രണ്ടിലെ പല്ലു വെച്ചേക്കാം. ഇതിനെന്താടെ മൂത്രത്തിന്റെ ഒരു മണം? ആ മാറ്. പുതിയ ഓരോ പരിഷ്കാരങ്ങളെ. ഇതിന്റെ ലാർജ് എടുത്തോണ്ടോ? ഇതെന്താ തുണിക്കടേ? ഇതാകെ ഒരു സൈസിലേ ഉള്ളൂ. എന്നാ വല്ല കൊച്ചുള്ളവർ കൊണ്ടുപോയി കൊടു. അല്ല തന്നെ ഇത് വല്ല കുമ്മളേങ്ങാനാണോ കാറ്റടിക്കുമ്പോ പൊട്ടാൻ? ഇവ ഒരു മണ്ടൻ തന്നെടാ. മാർട്ടിന്റെ ഈ പറന്ന ബോളിൽ ബദലഹേമിന്റെ അർജുൻ ക്ലീൻ ബോൾ ഏറ്റു തകർത്തിട്ട് വരാം. മോർണിംഗ് വന്ന് 3 ബോളേ ബാക്കിയുള്ളൂ. 3 റൺസ് കൂടെ മതി. ജയിച്ചു നിൽക്കുന്ന കളിയാ. എങ്ങാനും തോറ്റ നിന്റെ തലയോട്ട് എടുത്താൽ തബല കൂട്ടും. ശരി. എടാ നിന്നെയാടാ ഇപ്പൊ ഇങ്ങോട്ട് ഇറക്കി വിട്ടത്? എടാ മന്ദബുദ്ധി തീറ്റ മത്സരമല്ല. ഊച്ചാളി നീ അങ്ങനെ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണ്ടാ യൂദാസ. ആൾക്കാർ എന്നെ നോക്കി കൈയടിക്കുന്നത് കണ്ടോ? എടാ പന്തറിയുന്ന ആ കാലം മാറ്റിനാ. നീ ആ ഹെൽമെറ്റ് എങ്കിലും എടുത്തു വെക്ക്. അവൻ്റെ ബോളല്ല വെടിയുണ്ടയാ. അവന്റെ ഉണ്ട ഇന്ന് ഞാൻ പൊട്ടിക്കും. അത് ഓടാ തീയിൽ കുരുത്ത ഉരുക്കാടാ ഞാൻ. ഉരുക്ക് എന്തോ നീ വേടാ ഊളെ പുഴ പിടിക്കാൻ എന്നെ പഠിപ്പിക്കട്ടാ വേട്ടാവളിയാ. തനിക്കെന്തിനാണ് അധികം പന്ത് എന്ന ഭാവത്തിൽ ജാക്ക പന്തിനെ അവഗണിച്ചിരിക്കുകയാണ്. ആഞ്ഞം കാണിച്ച് പറ്റിക്കാതെ പന്തറിയട തെണ്ടി. അവസാന പന്തിലെ സിക്സർ മതി തനിക്കെന്ന ഭാവത്തിലാണ് ജാക്ക് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ണ് കാണുന്നില്ലടാ. എടാ ആ ചെറ്റ 2 പ്രാവശ്യം ബോൾ എറിയുന്നത് പോലെ കാണിച്ച് പറ്റിച്ചടാ. കോതാണ്ട് അവൻ 2 ബോൾ എറിഞ്ഞു. നിന്റെ കള്ളിന്റെ ഫിറ്റും അവന്റെ ഒടുക്കത്തെ സ്പീഡും കാരണം ബോൾ കാണാത്ത. അതായിരിക്കും വലത് ചെവിയിൽ ഒരു മൂളല് പോലെ. ലാസ്റ്റ് ബോളാ. കേറി വന്ന് കണ്ണടച്ച് വെച്ചു കൊടുക്ക്. കളി തോറ്റാ അറിയാലോ. എല്ലാരും കൂടെ ശവമാക്കും. മുരളി പണി പാളിയോടാ. എനിക്ക് വേണ്ടി നീ അവിടെ പോയി ഇന്ന് നിക്കോടാ. അതൊന്നും നടക്കൂല. ഇത് നിന്നെ ആരെങ്കിലും എനിക്കറിയാം നീ നിൽക്കുന്നില്ല. നല്ല മനസ്സാ. വരിഞ്ഞു കയറി വന്നിട്ട് പോയി ഉണ്ടാക്ക്. എടാ ആ മസ്ത എന്നെ കൊല്ലൂടാ. ഇരു ടീമുകളും ആകാംക്ഷയിലാണ്. ദൈവമേ പുണ്യാളച്ച കണ്ണടച്ചത് വെക്കാൻ പോവാണേ. കൊള്ളിച്ചേക്കണേ. സ്വർണ്ണക്കപ്പ് ബദലഹേമിനോ സെന്റ് ജോസഫിനോ എന്ന് തീരുമാനിക്കുന്ന അവസാന പന്ത് നടക്കണം. ബൗണ്ടറി. ജാക്ക് ഡഗ്ലസ് മെറൻഡിയുടെ മാന്ത്രിക പ്രകടനത്തിലൂടെ സെന്റ് ജോസഫ് ഹോസ്റ്റലിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ബദലഹേം ഹോസ്റ്റൽ. പണി പറ്റിച്ചു. എബ്ഡമൻ കാർഡ് വെക്കാൻ 100 വട്ടം പറഞ്ഞാണ്. അപ്പൊ പറഞ്ഞ് പൊട്ടാൻ കോമളയാണോന്ന് കണ്ടില്ലേ കിടക്കണ കിടപ്പ്. ബോധമറ്റ ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം കുഞ്ചാക്കോയെ ഞങ്ങൾ പുറം ലോകം കാണിക്കാൻ ഇറക്കി. ഏതോ പഴയ ഒന്നില്ലാത്ത സീഡി കൊടുത്ത ക്ലീറ്റസിനെ സമാധാനിപ്പിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ചെന്ന് പൊട്ടത്തരമിൽ പറഞ്ഞ കുത്തിക്കേറ്റ് ഞാൻ വെറുതെ പൈസ കൊടുത്തപ്പോ വിലാസിനുടെ ഒറിജിനലും കോപ്പി ഒക്കെ കിട്ടി. എന്നിട്ട് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാരും കാണണ്ട. എന്താ എങ്ങനെ ഹാപ്പി അല്ലേ? മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങള് പോന്നപ്പോഴും ഇട്ട് നോക്കി അടയാളങ്ങളൊക്കെ കണ്ട് ഉറപ്പിച്ചതല്ലേ. എന്തായാലും ആശ്വാസം. ഇനി നമ്മളെല്ലാരും ഒറ്റക്കെട്ടല്ലേ. അപ്പൊ നമുക്കിനി ഒരു സെൽഫി ആയാലോ? എന്റെ പെങ്ങളുടെ കല്യാണം ക്ഷണിക്കാനായി ഒരു ദിവസം ഇപ്പൊ കോളേജിൽ വന്നു. ആ കാർഡ് എടുത്തോ. ഞാനൊരു ഉഗ്രൻ ടൂറിസ്റ്റ് ബസ് ഏൽപ്പിച്ചെന്ന അച്ഛന്മാരോട് പറഞ്ഞിരിക്കുന്നത്. അച്ഛന്മാർക്ക് അന്ന് എന്തോ അസൗകര്യം ഉണ്ട്. ഞങ്ങൾക്ക് വരാൻ പപ്പ ഡ്രൈവർ ഉൾപ്പെടെ വണ്ടി വിട്ടു തരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ. ആണോ? ഉപ്പ ഇത് ശ്യാം, ഞാൻ പറഞ്ഞിട്ടില്ലേ പാട്ടുകാരൻ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല.
അങ്ങനെ തന്നെ. ഉപ്പ കല്യാണത്തിന് വരാൻ ഇവന് ചെറിയൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ അമ്മ ഒരു ട്രീറ്റ്മെന്റ് അന്ന് തൃശ്ശൂർക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരും. അപ്പൊ ശരി അങ്കിൾ ഞാനും ഒന്നും ഉണ്ടാവില്ല. അതെന്താ? ടീമിനെ കൊണ്ടൊരു ഫുട്ബോൾ മാച്ചിന് പോകണം. അന്ന് ഫൈനൽസ് അതാ. ഓ ശരി, കളി നടക്കട്ടെ. ആ പന്ന പരട്ട മുരളി ഇടയ്ക്കിടയ്ക്കൊരു മൊബൈൽ എടുത്ത് വീഡിയോ ഗെയിം കളിക്കുന്നതാണോ? അത് എവിടെയാണോ പാത്തു വെച്ചിരിക്കുന്നത്? ആഹാ, ഓഫാണോ? ഓണാക്ക. നല്ല ഫോൺ ഇവിടെ ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ ഇതിനകത്ത് എന്തോ കേസ് കെട്ട് കാണും. അത് കുത്തിക്കോട്ടിരിക്കെ. വേണ്ട സമയത്ത് വിളിച്ചാ ഫോൺ എടുക്കുകയല്ല. എടി മന്ദബുദ്ധി, എന്നാ കളർ വേണമെന്ന് ചോദിക്കാനാ ഫോൺ വിളിച്ചേ. അപ്പൊ അവിടെ ഒടുക്കത്തെ ഉറക്കം. ഇന്നാ ഓരോന്ന് തന്നുവിടും. ബ്ലൗസിന്റെ കളർ മാച്ച് ചെയ്യുന്ന സാരി വേണം പോലും. നാട്ടിലെ കട മുഴുവൻ കയറി ഇറങ്ങി. തെളിഞ്ഞു വന്നല്ലോ. എമ്മോ എല്ലിയോ മോളോ? എടാ കള്ളമുത്തേ, ലാസ്റ്റ് ഏതോ മോളൂനെ വിളിച്ചിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നല്ലേ? ഏതായാലും ഒന്ന് മുട്ടി നോക്കിയാലോ? അതും ചുറ്റി നിൽക്കാതെ കഴിക്കാൻ വല്ല എടുത്ത് വെക്കടി. മുട്ടുവൻ തുറക്കപ്പെടുമെന്നാണല്ലോ. തന്നെയാണല്ലോ. ഇതെവിടുന്ന ബാത്റൂമിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. പതിവില്ലാതൊരു വിളി. മോളോ കുളിക്കുന്നോണ്ടായിരിക്കോ സ്വരം മാറിയിരിക്കുന്നത്? പരക്കനാളിലും പഞ്ചപാവ. അതെ, കറുപ്പ് നിറം എനിക്കിഷ്ടായി. ആ പിന്നെ ആ പല്ലുവിലെ ഹാൻഡ് വർക്കേ ഒന്ന് അമർത്തി ചെയ്തിരുന്നെങ്കിൽ സൂപ്പറായനെ. കുളിച്ചിട്ട് വാ, ഒരു സൂപ്പർ സ്ഥലം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശടാ, അപ്പൊ മനസ്സിലൊരു സ്നേഹമൊക്കെ ഉണ്ടല്ലേ? ഫോണിൽ കൂടെ ഉള്ളൂന്ന് മാത്രം. കോവിലകത്ത് ഏതോ തമ്പുരാട്ടി കുട്ടിയാണെന്ന് തോന്നുന്നു. കറുത്ത നിറം. പല്ലുവിലെ ഹാൻഡ് വർക്ക്, അതായത് പല്ലുതേപ്പ്. എന്നെ ഇനി ഇതിലൂടെ കാണുന്ന വല്ല സംവിധാനം ഉണ്ടായിരിക്കുമോ? ഏയ്, ഓക്കെ മോള്, പതിവില്ലെങ്കിലും ഈ ജാക്കിനി കുളിക്കും, പല്ലും തേക്കും, ഒരു സുന്ദര കുട്ടപ്പനാവും. അപ്പോഴേ ശല്യങ്ങൾ തടിയാ എന്ത് കാണിച്ചോണ്ടിരിക്കണോ? ഇനി ഇവന്മാർ ചാഴിയോ ഫോൺ വിളി നടക്കത്തില്ല, പുറത്തു പോവാം. ഇവൻ ഈ നേരത്തെ കുളിക്കാൻ പോക്കോ? കോളേജിൽ കയറാതെ നീ ഇവിടെ ഒറ്റയ്ക്ക് എന്തെടുക്കുക? വെയിലത്ത് നടന്നെൻ്റെ നിറമെല്ലാം പോയി. ഇനി കുറച്ച് സൗന്ദര്യ ആരോഗ്യം വീണ്ടെടുത്തിട്ടേ ഞാൻ ക്ലാസ്സിലേക്കുള്ളൂ. എവിടെ നോക്കിയടാ? ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്ന് മനസ്സ് തുറന്നാൽ ഒരുത്തൻ്റെ ശല്യം ഉണ്ടാവത്തില്ല. ഈ സാരിക്ക് ബ്ലൗസ് നന്നായി ചേരുന്നുണ്ടല്ലേ? എന്നാടി ഭൂതമേ മനുഷ്യനെ പേടിപ്പിക്കുന്നു? അങ്ങോട്ട് മാറിയിരിക്കുന്നു. നോക്കുന്ന മനുഷ്യ സിനിമയിലെ അന്യം കയറിയോ? നിങ്ങളല്ലേ ഇപ്പൊ എന്നെ ഫോണിൽ വിളിച്ച് പ്രേമിക്കാൻ വന്നത്? എന്നിട്ട് ഞാൻ അടുത്തപ്പോ ഗുണ്ടായുസം കാണിക്കുന്നു. എന്റെ പട്ടി വരും, പട്ടി.